ഈ വർഷം സംസ്ഥാനത്ത് 41 അമീബിക് മസ്തിഷ്ക ജ്വരം കേസുകൾ റിപ്പോർട്ട് ചെയ്തുവെന്ന് ആരോഗ്യവകുപ്പ് കണക്കുകൾ പുറത്തുവിടുന്നു. ഇപ്പോൾ 18 ആക്റ്റീവ് കേസുകൾ സംസ്ഥാനത്തുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലാണ് രോഗികൾ കൂടുതലുള്ളത്. ശനി, ഞായർ ദിവസങ്ങളിൽ സംസ്ഥാനത്തെ മുഴുവൻ കിണറുകളും ക്ലോറിനേറ്റ് ചെയ്യുമെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു. MG പ്രതീഷ് തിരുവനന്തപുരത്ത് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. പ്രതീഷ്, കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് ഒരു കേസ് കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിന് മുൻപ് വീണ്ടും വയനാട്ടിൽ നിന്നും ഒരാൾക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം പിടിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ എന്താണ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പ് പറയുന്ന കാര്യങ്ങൾ? സംസ്ഥാനത്തെ എല്ലാ കിണറുകളും ഈ രീതിയിൽ ശുദ്ധീകരിക്കേണ്ട കാര്യമുണ്ടോ? അതിന്റെ നിലവിലെ അവസ്ഥ എന്താണ്? പ്രജിൻ, സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വര കേസുകൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് ഇന്ന് ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നത്. ഈ ഉന്നതതല യോഗത്തിലെടുത്ത തീരുമാനമാണ് വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടു കൂടി ഒരു ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിക്കാൻ ഈ വരുന്ന ശനി, ഞായർ ദിവസങ്ങളിൽ സംസ്ഥാനത്തെ മുഴുവൻ കിണറുകളും ക്ലോറിനേറ്റ് ചെയ്യാനാണ് നിലവിൽ ആരോഗ്യ വകുപ്പിന്റെ തീരുമാനം. തദ്ദേശ വകുപ്പിന്റെയും ജലവിഭവ വകുപ്പിന്റെയും സംയുക്തമായ ഏകോപനത്തിലൂടെയായിരിക്കും ഈ പ്രവർത്തനം നടക്കുന്നത്. ഇതിനു പുറമെ ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, നീന്തൽക്കുളങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെയും ജലാശയങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യാൻ ആരോഗ്യവകുപ്പ് തീരുമാനമെടുത്തിട്ടുണ്ട്. ഇതുവരെ 41 കേസുകൾ ഈ വർഷം റിപ്പോർട്ട് ചെയ്തു എന്നതാണ് ആരോഗ്യവകുപ്പിന്റെ തന്നെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. 18 ആക്റ്റീവ് കേസുകൾ നിലവിൽ സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലാണ് നിലവിൽ അമീബിക് മസ്തിഷ്ക ജ്വര കേസുകൾ ഉള്ളത്. ഏകദേശം 97% ഈ രോഗത്തിന്റെ മരണനിരക്ക്. അതുകൊണ്ട് തന്നെയാണ് ഈ രോഗത്തെ ആരോഗ്യവകുപ്പ് വളരെ ഗൗരവത്തോടു കൂടി കാണുന്നത്. മലിനജലത്തിൽ ഇറങ്ങുന്നത് കർശനമായും ഒഴിവാക്കണമെന്ന രീതിയിൽ ജാഗ്രത നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പ്. MG പ്രതീഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്.